നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തൻ്റെടിയുടെ ഭാഷ്യവും വേഷപ്പകർച്ചയും നേടിയ സീമ തൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ കട്ടി വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. സിനിമയിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം സിനിമയിൽ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും അതിൽ വിലപിക്കാൻ അവർ തയ്യാറല്ല. തൻ്റെ ഭർത്താവ് IV ശശി വീണ്ടും കരുത്തോടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെക്കുറിച്ച് സീമയുമായി ഈ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ജയേട്ടന് എനിക്കൊരു അനുജത്തിയായിരുന്നു. ജയേട്ടന് ഒരു പെൺകുട്ടിയായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. ആ കുട്ടി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ജയനും സീമയും തമ്മിൽ എന്തോ വലിയ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഗോസിപ്പ് ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം അന്ന് അക്കാലത്തല്ല, ഇപ്പോഴും ഉണ്ട്. ഇത് ഞാൻ ചോറ്റാനിക്കര അല്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഹ്യൂജായ ഒരു സ്ത്രീ വന്ന് അടുത്ത് നിന്ന് ഇനിയും സുന്ദരിയാണല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മെനിങ്ങാന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ സാറ് കെട്ടില്ലെങ്കിൽ ജയം കെട്ടിരുന്നല്ലേ എങ്ങനെ. അപ്പൊ ഇനിയും മറന്നിട്ടില്ല ആൾക്കാര്. 34 കേൾക്കുമ്പോ ഒരു സുഖമുണ്ടല്ലേ? കേൾക്കുമ്പോ സുഖമല്ല. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ല, ബിക്കോസ് ജയേട്ടനാണ് കല്യാണം നടത്തി വെച്ചത്. അല്ല, അതൊക്കെ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്നെ കൈപിടിച്ച് കൊടുത്തത് ജയേട്ടനാണ്, ജയേട്ടൻ്റെ അനിയത്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ പറഞ്ഞ അന്ന് ആ കൊടുങ്ങല്ലൂരെ വെച്ച് കണ്ട സ്ത്രീ അന്ന് പറഞ്ഞ സ്ത്രീ അല്ലേ അന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും പ്രേക്ഷകരും മുഴുവൻ വിശ്വസിച്ചിരുന്നത്. അതായത് സീമയും ജയനും തമ്മിൽ ഗാഢമായ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ ജയന് ഇഷ്ടമായിരുന്നില്ലേ? ജയേട്ടനെ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഒരു ലവ് ആയിട്ടൊന്നും ഇഷ്ടമല്ല. ജയേട്ടനെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് ലവ് ചെയ്തില്ല? അതെ, അങ്ങനെ ചോദിക്കാം. ഞാൻ മുകളിൽ പോയിട്ട് ചോദിക്കാം ജയേട്ടൻ്റെ അടുത്ത് എന്തുകൊണ്ട് ലവ് ചെയ്തില്ല. അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യരുത്, ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാത്തതുണ്ടോ? ചെയ്താൽ എന്തെങ്കിലും നോക്കാമായിരുന്നു. അതെ, ചെയ്തില്ലല്ലോ. ചെയ്തില്ല. അന്നത്തെ ഗോസിപ്പിൽ എന്നത്തെ ഒരു എന്താ പറയണ്ടേ, ഗോസിപ്പുകൾക്ക് എപ്പോഴും ഒരു തമാശയ്ക്കപ്പുറത്ത് ചില സമയത്തൊരു ക്രൂരമായ മുഖമുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് വരുന്നത്. ഈ ജയൻ്റെ മരണത്തെ പോലും സീമയും ജയനും തമ്മിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെട്ട ഒരു സൗഹൃദവുമായിട്ടോ പ്രണയമായിട്ടോ ഏച്ചു കെട്ടാൻ പോലും ചില ദോഷികൾ ശ്രമിച്ചിരുന്നു. എന്താ വേണ്ടതിന് അധികം ആലോചിക്കരുത്. എന്താ വേണ്ടതെന്ന്, ഞാനെന്താ വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുന്നതിനൊക്കെ ഞാൻ എന്താ വേണ്ടേ? എന്തുകൊണ്ടോ അങ്ങനെ കേട്ടപ്പോ എന്ത് തോന്നി? ഒന്നും തോന്നിയില്ല. ഇങ്ങനെ ഇരുന്നോ കപ്പക്കൊള്ളി എന്തിനാ തോന്നുന്നേ? നമുക്ക് നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞേ കള്ളം പറയുമ്പോ ആലോചിക്കേണ്ട ആവശ്യമില്ല, കള്ളം പറയാനാണ് ആലോചിക്കണം. അപ്പൊ ഇപ്പൊ ആലോചിക്കുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതല്ലേ ഇല്ലാന്ന് പറയുന്നേ. ആ ഗോസിപ്പ് എന്ത് കേട്ടിരുന്നോ സീമ? കേട്ടാ നമ്മളെന്ത് ചെയ്യാക്കും, ഒരുപാട് ഗോസിപ്സ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഒരു ഗോസിപ്പാണത്, അല്ലാതെ വലിയ ഗോസിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെവിയിൽ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിക്കൊണ്ടിരുന്നു ഇല്ല, നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഒരുപാട് ഗോസിപ്പുകൾക്ക് ഇരയായിട്ടുള്ളത് കൊണ്ട് അത് വേണ്ട. അല്ല, ഗോസിപ്പ് എന്നുള്ളത് ഇത് ഗോസിപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഫീൽഡിലെ ഒരു ഇപ്പോഴും ഉണ്ട് നമ്മള് എന്നുള്ള ആലോചിക്കാമല്ലോ. ഈ ചിന്താഗതിയാണ് ഇപ്പം ബോളിവുഡിലുള്ള ആൾക്കാർക്കൊക്കെ. അതെനിക്കറിയില്ല, എന്റെ ചിന്തയാ പറഞ്ഞേ, അല്ലാതെ അവരെന്ത് ചിന്തിക്കും. സീമ 40 വർഷം മുമ്പ് ചിന്തിച്ച രീതിയിലാണെന്ന് ബോളിവുഡിലെ നടന്മാരും നായികമാരും ചിന്തിക്കുന്നത്. അതായത് ഒരു ഗോസിപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നടൻ്റെ റിലവൻസ് ആണ്, നടൻ്റെ ഒരു പ്രസക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നടിയുടെ പ്രസക്തി ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതല്ലേ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല സർ. ഇത് ഭയങ്കര സീമ ഇങ്ങനെ ആലോചിച്ച് എന്താ വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അതിൽ പോലും കയറി പിടിക്കാതെ കൊണ്ട് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഒരു വാചകം മാത്രം മതി. സീമ ഒന്ന് ആയേ പ്ലീസ്, അങ്ങ് അയക്ക്. മസിലൊക്കെ വിട്, വെറുതെ ഇങ്ങനെ മസിൽ പിടിക്കേണ്ട കാര്യമില്ല. വളരെ അയഞ്ഞ് മനസ്സിന് വിട്ടുകൊടുക്കുക സംസാരം. ഇതിങ്ങനെ ആലോചിച്ച് ഭയങ്കര ഒന്നുമില്ല ആണോ? ജയനെ
കൂട്ടി സീമയെ കുറിച്ച് കഥ പറയുമ്പോൾ ആ കഥകളൊന്നും എൻ്റെ മനസ്സിൽ സ്പർശിച്ചിരുന്നില്ല. ഞാൻ അതിനെ മുഴുവൻ അവഗണിച്ചു. എനിക്ക് അതിൻ്റെ ഒന്നുമില്ല. ബിക്കോസ് ഞാനും ചേട്ടനും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്തിനാ ഞാൻ ഇതിനെ കുറിച്ച് തലപ്പുണ്ടാക്കുന്നത്? വേറെ ജോലി നോക്കിയാൽ പോരെ. ശശിയേട്ടനോട് പറഞ്ഞോ? ശശിയേട്ടൻ എന്നൊന്നും ശശിയേട്ടൻ്റെ അടുത്തേ പറയുമല്ലോ, ജയേട്ടൻ്റെ ഭാര്യനെയാണ് കല്യാണം കഴിച്ചതെന്ന് പറയും. അത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ, പിന്നെ എന്താ കുഴപ്പം? ശശിയേട്ടൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണ്? വെരി ഗുഡ്, നല്ല ചോദ്യമാണത്. ഞാൻ ആ കാലഘട്ടത്തിൽ പ്രശ്നം ഉണ്ടായോ സീമയ്ക്ക് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ. അല്ല, എനിക്ക് പ്രശ്നമല്ല, ഇപ്പൊ നിങ്ങൾക്കാണ് ഇപ്പൊ പ്രശ്നം. എനിക്ക് പ്രശ്നമുണ്ട്. എന്താ കാരണം അറിയോ? അതിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ടാണ്. എവിടെ എത്തുന്നില്ല? അതായത് അത് സംബന്ധിച്ച പരദൂഷണങ്ങളെ കുറിച്ചുള്ള ഒരുപക്ഷെ അന്ന് സീമ എന്നുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന മാനസിക വ്യവഹാരം എന്തായിരുന്നു എന്ന് അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് മാത്രം. അതുണ്ടെങ്കിലല്ലേ ആ പെണ്ണിന്റെ ഇത് കുന്ത എന്താന്നുള്ളത് അറിയുന്നേ. ഇത് ഇല്ലല്ലോ. യാതൊരുവിധ സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നില്ലല്ലേ, വളരെ കടുകട്ടിയായിരുന്നു. പുള്ളി എവിടെയെങ്കിലും ഇനിയൊരു കാര്യം പറയാം. പുള്ളി ഈ വൈകുന്നേരം ആകുമ്പം പുള്ളിന്റെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ട്. ജയന്റെ ജയേട്ടന്റെ. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറയും, മോളെ ഞാൻ എപ്പോൾ വരാമെന്ന് പറയും. ഞാൻ പറയും, അണ്ണാ പോയിട്ട് വരുമ്പം, അണ്ണാന്നാ വിളിക്കുന്നത്, അണ്ണാ പോയിട്ട് വരും മസാല ദോശ വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ എന്ന്. പുള്ളി വാങ്ങിച്ചോണ്ട് വരും പേടിച്ചിട്ട്, ചോക്ലേറ്റും മസാല ദോശ. ഇല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് മുഴുവനും കയറി പറഞ്ഞേക്കും ഞാൻ. അപ്പൊ അത് പേടിച്ച് വാങ്ങിച്ചോണ്ട് വരും. നമുക്കൊരു ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലല്ലോ. ബെല്ലും ബ്രേക്കും ഇല്ല. എന്ത് പറയും. അപ്പൊ അതുകൊണ്ട് പേടിച്ചിട്ട് പുള്ളി വാങ്ങിച്ചോണ്ട് വരും. ഇതാണ് ഞങ്ങളുടെ ഇത്. അപ്പൊ നിങ്ങളായിട്ട് ഒന്നും ഒരു ഞാനായിട്ടൊന്നും എന്ന കാര്യം ആ കാലഘട്ടത്തിൽ എന്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു പത്രപ്രവർത്തനല്ല, ഞാനൊന്നും എഴുതിയിട്ടുമില്ല. നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ? അപ്പം ജനിച്ചിട്ടുണ്ട്. ശരി, ഉണ്ടെന്നാ ഇല്ലെന്നാ? ജനിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. എനിക്ക് സീമയേക്കാൾ 2 വയസ്സ് കൂടാന്നുള്ള കാര്യം സീമയ്ക്ക് അറിയില്ലേ? ഞാൻ വയസ്സ് ചോദിച്ചില്ല, ജനിച്ചിട്ടുണ്ടെന്നേ ചോദിച്ചിട്ടുള്ളൂ. 100%. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ 80കളിൽ സീമയുടെ ഒരുപാട് ഒന്നും ചോദിച്ചിട്ടില്ല. ജനിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ജനിച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. എന്റെ അറിവിൽ ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് മതി. 80കളിൽ സീമയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്ത് പറ്റി? ഇല്ല, എനിക്ക് സന്തോഷായി. ഒരു നർത്തകിയുടെ വേഷത്തിൽ നിന്ന് സീമ മൈഗ്രേറ്റ് ചെയ്യുന്നു, ഒരു വേഷപ്പകർച്ച. അവിടെയാണ് അവളുടെ രാവുകൾ എന്നുള്ള ആ സിനിമയുടെ പ്രസക്തി. പക്ഷേ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് മാനസിക വിഷമം സീമയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. എന്തിന്? ആ സിനിമയുടെ അഭിനയഘട്ടത്തിൽ ആ സിനിമ എങ്ങനെ വരും? ഇത് ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് ഈ അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം ഒരു സുപ്രഭാതത്തിൽ ശശിയേട്ടൻ പറയുന്നു, നീയാണ് ഈ പടത്തിൻ്റെ ഹീറോയിൻ എന്ന്. ഞാൻ വിചാരിച്ചു, ഇയാൾ എന്താ ചെയ്യാൻ പോന്നേ നമ്മൾ കൊണ്ടുപോയി മേക്കപ്പ് ടെസ്റ്റ് ഇട്ടു. മേക്കപ്പ് ടെസ്റ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൊള്ളില്ലാതെ വന്നു. അപ്പോൾ അതിൽ ഒരു ഫോട്ടോ മാത്രം നന്നായിരുന്നു. അങ്ങനെ പുള്ളി ഇല്ല, വൈകുന്നേരം ആകുമ്പോൾ നീ നല്ലോണം തലയൊക്കെ വാഷ് ചെയ്തിട്ട് എണ്ണ പിച്ചായിട്ട് വന്നിരിക്കുന്നു, നീ വാഷൊക്കെ ചെയ്ത് പുള്ളി തന്നെ ഫോട്ടോസ് എടുത്തപ്പോൾ അത് നന്നായിരുന്നു. എന്നിട്ട് ഷൂട്ടിംഗ് ഒക്ടോബർ 5, 1977. സോറി, ഈ 1977 ഒക്ടോബർ 5 ആണോ നവംബർ 5 ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ 5th അന്ന് ഒരു ബുധനാഴ്ച, അന്ന് രാവിലെ പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് ദേവസേന മേക്കപ്പ് ഇട്ടു. എല്ലാം കൂടി കഴിഞ്ഞു. എങ്ങനെ ഇടണം, ഏതിടണം എന്നൊക്കെ ആലോചിച്ചു. എല്ലാം കൂടി ആയി. ഉച്ച ആകുമ്പം മനുഷ്യൻ പറയുന്നു, ഇനി ഇട്ടില്ല കേട്ടോ, വൈകുന്നേരം ബ്രഷ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സീമ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു, താങ്ക് ഗോഡ്, ദൈവമേ ഈശ്വരൻ, നന്നായി. ഞാൻ ഡാൻസേഴ്സിൻ്റെ അടുത്ത് ആരുടെ അടുത്ത് പറഞ്ഞില്ല ഞാൻ അഭിനയിക്കുകയാണെന്ന്. എങ്ങാനും ഇതും ഇല്ലാതെ പോയി എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഞാനും മിണ്ടാതിരുന്നു. പക്ഷേ അന്ന് വന്നിട്ട് മേക്കപ്പ് ടെസ്റ്റ് ഷൂട്ടിങ്ങിന് തുടങ്ങിയിട്ട് ആദ്യത്തെ ഷോട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. ബിക്കോസ് രവികുമാർ വരാൻ 3 മണിയാവും. പുള്ളി കൊച്ചിയിൽ നിന്ന് വരികയാണ്. 3 മണി വരെ എന്തെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് സമയം നോക്കി എടുക്കുകയാണ്. അപ്പം ഇതാണോ അച്ഛനും അമ്മയും എന്നും പറഞ്ഞ് ചായ കുടിക്കുന്ന ഒരു സീനായിരുന്നു അവളുടെ രാവുകളിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 3 മണിക്ക് രവികുമാർ വന്നു, ഒരു ഷോട്ട് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ റഷ് കണ്ടിട്ട് വരാം പ്രസാദത്തിലെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കിടന്നുറങ്ങി. പണ്ടാരയുടെ കനിവന്മാരൊക്കെ ഉണ്ട് നമ്മളെങ്ങനെ കൊണ്ടുവന്നിട്ട് ഹീറോയിനാണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണോ ആവോ.
എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയി. ഉറങ്ങി വൈകുന്നേരം ആയപ്പം എല്ലാവരും വന്നിട്ട് എണിപ്പിച്ച് എനിക്ക് വേഗം ആവട്ടെ എന്ന് പറഞ്ഞ് ടച്ചപ്പ് ചെയ്തു. വീണ്ടും അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ രവികുമാരുടെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ ഉണ്ടായിരുന്നു. നീയാണ്. അല്ല അവന്മാരൊന്നും പറയില്ലേ എന്ന് ചോദിച്ചു ഞാൻ. അതെന്തിനാ പറയുന്നത് മനസ്സിലാക്കണ്ടേ? ഓ ശരി ഓക്കെ എന്ന്. പക്ഷേ പടം തീരുന്നവരെ കമ്മാന്ന് പറഞ്ഞ ഒരു അക്ഷരം പോലും ഞാൻ ഡാൻസേഴ്സ് യൂണിയനിലോ ഡാൻസേഴ്സിൻ്റെ അടുത്തോ പറഞ്ഞില്ല ഞാനിങ്ങനെ അഭിനയിക്കുകയാണെന്നുള്ളത്. ബിക്കോസ് എനിക്ക് എൻ്റെ പേടി ഇതുമില്ല അതുമില്ലാതെ ഇപ്പോൾ ഞാൻ കുഴയുന്നു. ആ സിനിമയുടെ കഥാപാത്രം രാജി എന്നുള്ള കഥാപാത്രം അത് ശരീരം പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം അങ്ങനെ ഒരു റോളിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും മനസ്സിൽ ചില ആശങ്കകൾ. എനിക്കറിയില്ല ഈ കഥാപാത്രം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ശശിയേട്ടൻ അഭിനയിക്കാൻ പറഞ്ഞ് അഭിനയിച്ചു, അല്ലാതെ കഥാപാത്രം എന്താണെന്നുള്ളത് ഞാൻ അറിയില്ല. പിന്നെ അതിൻ്റെ ഒരു മനസ്സിൽ വിഷമം അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അഭിനയിക്കല്ലേ. ആ പടത്തിൻ്റെ ഒരു വിജയം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയൊരു സിനിമയാണത്. അതെ. അല്ല അതിന് രണ്ട് മൂന്ന് ഹീറോയിൻസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവർ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ന്യൂ ഫേസിന് ഇട്ടത് തന്നെ. ആ സിനിമ സൃഷ്ടിച്ചിട്ടുള്ള വലിയൊരു വിജയം അപ്പോഴായിരിക്കും വേണമെങ്കിൽ സീമ ആ ഒരു എന്താ പറയുക ആ വിജയത്തിൻ്റെ ഒരു ഗ്രാവിറ്റി ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ ബോധ്യപ്പെടുന്നു. സിനിമ എപ്പോഴാണ് പോയി കണ്ടത് തിയേറ്ററിൽ? റിലീസിൻ്റെ ദിവസം മാർച്ച് 3, 1978. നല്ല ഓർമ്മശക്തിയാണ്. അതെ. നൈറ്റ് ഞാൻ കഴിക്കുന്നുണ്ടോ? ഒരു 12 പേർ ബ്രഹ്മി കഴിക്കുന്നുണ്ടോ? ഇത്ര കറക്റ്റ് എന്താ കഴിക്കുന്നത്? അപ്പോൾ 12 പേരെന്തോട്ട് ഞാൻ ശശിയേട്ടൻ, കമലഹാസൻ, ഷീലമ്മ എല്ലാവരും ആണ് കവിത തിയേറ്ററിൽ പോയി കാണുന്നത് നൈറ്റ് ഷോ. അന്നാണ് ആ പടത്തിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, ആ ക്രൗഡ് ഇതേവരെ ഞാൻ അതിന് ശേഷവും കണ്ടിട്ടില്ല, അതിന് മുമ്പും കണ്ടിട്ടില്ല. പാക്ഡായിരുന്നു ഫുള്ളായിട്ട് കവിത തിയേറ്ററിൽ. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഞോണ്ടി ഇങ്ങനെ പോവായിരുന്നു MG റോഡിൽ. പോയി തിയേറ്ററിൽ എത്തുമ്പം അന്നാണ് ആ രാമേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ആ പ്രൊഡ്യൂസർ എന്നെ അടുത്ത് കൈ ഷേക്കൻ കൊടുത്ത് പടം നന്നായിട്ടുണ്ട് സീമ എന്ന് വാക്ക് പറയുന്നത്. അത്രേ നാളും കഴിഞ്ഞിട്ട്. ബിക്കോസ് അവളുടെ അവൾ അഭിനയിക്കുമ്പോൾ മുഴുവനും എല്ലാവരും പറയുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ വന്ന് പറയും, എന്നാ ഡാൻസറെ പോട്ടിருக்காയ്മ എന്നെ അത് പൈത്യം ഗീത്യം പിടിച്ചിരിക്കാന്നുള്ളത് ചോദിക്കും എല്ലാവരും. വന്നിട്ട് ഹരിച്ചായനൊക്കെ വരും. ഹരിച്ചായനൊക്കെ പക്ഷെ അങ്ങനെ ഒന്ന് ഹേർട്ട് ചെയ്യുന്ന പോലെ പറയില്ല. ശാശി നോക്കാം എന്താന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. ഇത്രയും ഹിറ്റാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ സീമ കേൾക്കുന്നുണ്ടായിരുന്നു? കേൾക്കുന്നുണ്ട്. വലിയൊരു വിഷമമുണ്ടാവും. എന്തിന്? ഒന്നുമില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഇത് അഭിനയില്ലെങ്കിലും ഡാൻസ് ഉണ്ട്. ഐ എം എ വെരി ഗുഡ് ഡാൻസർ. എനിക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കുറച്ചും കൂടി വാശി നിശ്ചയദാർഢ്യം ശശികേട്ടിൽ നിറച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കണം. അത് നല്ലൊരു ഇതല്ല. ഒരാളെ കൊണ്ടുവരാം. ആർക്കും സിനിമ എടുക്കാമെന്നുള്ളൊരു ഇങ്ങനൊരു പെണ്ണുണ്ടെങ്കിലും അന്ന് വലിയ ഹീറോയിൻസ് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാര്യമല്ലേ. നമ്മൾ കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് കൊണ്ട് ഇതിനിടയ്ക്ക് എത്രയോ പേര് ഞാൻ പറയുന്നില്ല, വളരെ പ്രശസ്തമായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവർക്കും അവരെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ഇൻഡസ്ട്രിക്കും ഈ പടം പിന്നെ അതുപോലൊരു പടം വന്നില്ലല്ലോ. ഞാനും എഴുതിയില്ല. ഒത്തിരി പിന്നെ ഓഫർ അതിനുണ്ടായിരുന്നു. ഈ ജനറേഷൻ, അതായത് നിങ്ങളുടെ തലമുറയിലുള്ള ആളുകളാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് ഞാൻ എഴുതിയപ്പോൾ ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാത്രമാണ് നിന്നത്. താങ്ക് യു ഷെരീഫ് ഖാൻ. അതേ ഇപ്പോഴും ഇൻവോൾവ് ആണ്, പാഷനേറ്റ് ആണ്. അതെ അതെ. പക്ഷെ സീമയ്ക്ക് അങ്ങനെ ഒരു പാഷനേ ഇല്ല. അതിനെ ഒരു എന്താ പറയുക, ഓക്കെ കഴിഞ്ഞു പോയി കണ്ടു, എനിക്കൊന്നും തോന്നിയില്ല. ഷർട്ടൊക്കെ ഇട്ട് ഒരുപക്ഷെ അന്നത്തെ പോസ്റ്ററുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ആ സിനിമയുടെ സീമ ഒരു ഷർട്ട് മാത്രം ഇട്ട് നിൽക്കുന്ന ഒരു രംഗമായിരുന്നു. അതെ, ഒന്നും തോന്നിയില്ല. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇല്ല, അതിനേക്കാളും മോശമായിട്ട് ഇപ്പോൾ ആൾക്കാരിടുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് ആ കാലഘട്ടം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കൊച്ചല്ലേ, ചെറിയ പെണ്ണല്ലേ. മതിയായില്ലേ സീമിനടുത്ത്? ആരും പറഞ്ഞില്ലേ? അമ്മ പറഞ്ഞില്ലേ എന്ത്? മോളെ ഒരു ഷർട്ടിന്റെ കൂടെ എന്തെങ്കിലും കൊണ്ട് ഇട്ടുകൂടായിരുന്നു?
ഏയ് എന്തിനാ ഉള്ളിലിട്ടിട്ടുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം? ഷർട്ട് പിന്നെ ഇങ്ങനെ ഇത്രയും ദൂരം വരുമോ? ആർക്കെങ്കിലും വരുന്നുണ്ടോ നിങ്ങൾക്ക് ഷർട്ടൊക്കെ ഇത്രയും ദൂരം വരുന്നുണ്ടോ? ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടല്ലോ. എന്താപ്പാ അത്? ഇപ്പം പിള്ളേരൊക്കെ അത് പാൻസ് ജിബ്ബാ, ഇപ്പം പാന്റ് അല്ല. ഇപ്പം പിള്ളേർ പാൻസ് താഴെ ഇടുന്നത്, മുട്ടിന് താഴെ. അല്ല, ഷർട്ട് ഇപ്പം നിങ്ങൾ എത്രയല്ലേ ഇട്ടിട്ടുള്ളൂ. ഇതും കുറച്ചും കൂടി ചെറുതാണ്. അന്ന് സാധാരണഗതിയിൽ ഒരു നടിയും അഭിനയിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു റോളിലാണ് സീമ അന്ന് അഭിനയിച്ചത്. ഒരുപക്ഷെ സീമ ആ റോളിൽ അഭിനയിച്ചിരുന്നില്ലെങ്കിൽ സീമ എന്നുള്ള നടി ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു. ആ ഒരു സിനിമയാണ് സീമ എന്നുള്ള നടിയെ സൃഷ്ടിച്ചത്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും സീമയുടെ ഒരു ചരിത്രം, ഒരു അനാട്ടമി നടത്തുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാഴികക്കല്ലെന്ന് പറയുന്നത് ആ ഒരു സിനിമയാണ്. അതെ അതെ. ആ സിനിമ പിന്നീട് കാണുമ്പോൾ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ധാരണകൾ പിന്നീട് മനസ്സിലുണ്ടായില്ല? ഇല്ല. എൻ്റെ മക്കളുടെ അടുത്ത് ഇട്ട് കാണിക്കും ഞാൻ ധൈര്യമായിട്ട്. മോളുടെ അടുത്തും മോൻ്റെ അടുത്തും ധൈര്യം. അവരിരുന്ന് എൻ്റെ കൂടെ ഇരുന്നൊക്കെ പടം കാണും. ആ സിനിമകൾ കണ്ടു? ആ സിനിമ കണ്ടു? അവളോട് ഒരാൾ കണ്ടു. അവരുടെ അഭിപ്രായം തരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഗേന്ദ്ര കിരണുള്ള മൂവ്മെന്റ്സ്. മകൾ പറഞ്ഞു നല്ല സിനിമയാണെന്ന് പറഞ്ഞു. നല്ല സിനിമയാണെന്ന് പറഞ്ഞു. മകൾ പറഞ്ഞെങ്കിൽ മകളെയും കൊണ്ടുവരട്ടെ. ഹായ് അമ്മ, ഐ ഹോപ്പ് യു എൻജോയിങ് ദ ഷോ. എനിക്ക് അമ്മേനെ കുറിച്ച് ഒരു കാര്യമേ ഉള്ളൂ പറയാനുള്ളത്. അമ്മ എൻ്റെ സ്ട്രെങ്ത് ആണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് മോൻ ജനിച്ചതിന് ശേഷം അതെനിക്ക് ഓരോ ദിവസവും കുറെ കൂടെ അത് മനസ്സിലായി വരുന്നുണ്ട്. അമ്മയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നേ ഉള്ളൂ, അമ്മ എങ്ങനെയാണ് അമ്മയുടെ ഈ ധൈര്യവും പോസിറ്റിവിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, എന്ത് കാര്യം നടന്നാലും ഇറ്റ്സ് ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി, വാട്ട് നെക്സ്റ്റ്, അതാണ് പറയുന്നത്. അല്ലാതെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ വറി ചെയ്യാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് അമ്മയുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അമ്മ പറയണം, ആ ഒരു സീക്രട്ട് പറയണം, അമ്മയുടെ സ്ട്രെങ്ത്തിന്റെ റീസൺ എന്താണെന്ന്. സോ സ്വീറ്റ്. പേരക്കിടാവുണ്ട്. താങ്ക് യു മോളെ. മോളൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് ഈ ധൈര്യമൊക്കെ എന്ന്, ഈ തൻ്റെ ഇടം എങ്ങനെ വന്നു? അതന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിലും കൂസാത്ത ഈ പ്രകൃതം എങ്ങനെ അമ്മയിലുണ്ടായി അറിയില്ല. മകൾ ഇപ്പോഴും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു കാര്യം. ഒരുപക്ഷെ മകൾക്കതൊരു പ്രഹേളികയാണ്, ഉത്തരം കിട്ടാത്ത. മോളുടെ അടുത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ പറയുന്നത്, ബി ബോൾഡ് വാവേ, ഒന്നിനും തലക്കുനിയരുത്, ധൈര്യമായിട്ടിരിക്കണം. തെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ തലക്കുനിയണം, അല്ലാതെ ഒരിക്കലും തലക്കുനിയരുത് എന്നുള്ളതാണ് രണ്ട് മക്കൾക്കും ഞാൻ പഠിപ്പിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കണം. പക്ഷെ അതുകൊണ്ട് മുകളിൽ തന്നെ നോക്കിയിട്ട് പോരുത്, താഴെയും നോക്കണം. പക്ഷേ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുഴിയുണ്ടാവും, അത് വീഴരുത്. നേരെ നോക്കി ധൈര്യമായിട്ടങ്ങ് മുന്നോട്ട് പോവുക. പക്ഷെ എങ്കിൽ പോലും മകൾക്ക് അത് എങ്ങനെയാണ് തൻ്റെ ഇടം അമ്മ സ്വായത്തമാക്കിയതെന്ന് പിടിയിട്ടിട്ടില്ല. പക്ഷെ അത് മകൾ മനസ്സിലാക്കേണ്ടത്, മകൾ സീമയുടെ മകളാണ്, പക്ഷെ സീമയുടെ അമ്മയുടെ മകളാണ്. അതെ, ആ കാലഘട്ടമാണ് സീമയെ സൃഷ്ടിച്ചത്. അതെ അതെ. പക്ഷെ മകളെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ ജനിച്ചത് മാധവ നമ്പ്യാരുടെ മോളായിട്ടാണ്, അവൾ ജനിച്ച ഐ വി ശേഷൻ്റെ മോളായിട്ടാണ്. വ്യത്യാസമാണ്. വരട്ടെ, ഒരു ചോദ്യം വരട്ടെ. സീമമ്മയെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ, വളരെ ഒരു ബോൾഡ് ലേഡിയാണ്, വളരെ ബോൾഡാണ്. സംസാരം, സിനിമയുടെ അടുത്ത് ആർക്കും സംസാരിച്ച് ജയിക്കാനേ പറ്റില്ല, ഉറപ്പായിട്ട് ജയിക്കാനേ പറ്റില്ല. അത്രയ്ക്കൊരു ബോൾഡ് ലേഡിയാണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു വെച്ചാൽ, ഒരു ചക്ക പോലെ മുള്ളായിട്ടുള്ള ആളാണ്. പക്ഷെ അടുക്കും തോറും ഇനിപ്പാണ്, മധുരമാണ്. അതുപോലെ എനിക്ക് ആ സീരിയൽ ആദ്യം നമ്മൾ വലുതായിട്ട് ഞാൻ സിനിമയെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയൊക്കെയാണ്. ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ പിന്നെ സംസാരിച്ച് നോക്കുമ്പോൾ ഇതാള് പ്രായം കൊണ്ട് വളരെ കുഞ്ഞാണ്, അത്രയ്ക്ക് മധുരമാണ്. സീമമ്മ എന്തിനാണ് ഇങ്ങനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തതാണോ, അല്ലെ സീമമ്മ അറിയാതെ അങ്ങനെ ആയിപ്പോയതാണോ? അറിയാതെ അങ്ങനെ ആയിപ്പോയതാണ്. ഈ ധൈര്യം കാണിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ തൻ്റെ അടുത്തോടെ നിൽക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ആവരണമായിട്ടാണോ എന്നാണ് സുജിത് ചോദിച്ചത്. അല്ല, സീമ അതാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് എന്തറിയുന്നുണ്ടോ, എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു, സത്യമായിട്ട് ഞാൻ പറയട്ടെ, അതായത് ജീവിതം സമ്മാനിച്ച ഒരുപാട് പരിപരുത്ത പ്രതലങ്ങളുണ്ട്. ഈ തൻ്റെ ഇടവും ഈ പറഞ്ഞ പോലെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുക, തല ഉയർത്തി നിൽക്കുക,
ആരുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കുക, ഇതൊക്കെയാണെങ്കിൽ പോലും ഞാൻ കാണുന്നതാണ്. ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഇപ്പം നമ്മൾ തമാശയുടെ ഒരുപാട് തലങ്ങൾ നമ്മുടെ ഇതിലുണ്ടായിരുന്നെങ്കിൽ പോലും ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് പറയുന്നത്. പറഞ്ഞു. പക്ഷേ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സീമയുടെ ഭാവവും രൂപവും എല്ലാം മാറും. ആൾക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ യഥാർത്ഥ രൂപത്തിലേക്കും ഭാവത്തിലേക്കും വരും. ഈ കാണിക്കുന്ന തൻ്റെ ഒന്നും യഥാർത്ഥത്തിൽ സീമയ്ക്കില്ല. ഇല്ല, തെറ്റാണ്. ഇത് തന്നെയാണ് ഞാൻ. വീട്ടിൽ പോയാൽ ഇതിനേക്കാളും ബഹളമാണ്. എൻ്റെ കുട്ടികളുടെ ഒപ്പം ഞാൻ കളിക്കും, അവരുടെ അടുത്ത് ഞാൻ കുഞ്ഞാവും. വീട്ടിൽ ശശിയേട്ടൻ ഞാൻ ഇല്ലെങ്കിൽ പറയും, ഭയങ്കര ബോറമ്മ നീ ഇല്ലെങ്കിൽ. ഞാൻ പറയും, ഞാൻ ഒച്ച വയ്ക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുമല്ലോ ശശിയേട്ടൻ, അടുത്ത വീട്ടിലൊക്കെ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം എന്തിനാ ബോറടിക്കുന്നത് പറഞ്ഞാൽ അങ്ങ് ചുമ്മാ ഇരിക്കുന്നു പറയില്ല. ഇതാണ് സീമ. വരട്ടെ. നമ്മൾ ലൈഫിൻ്റെ ക്രൈസിസിലും സീമ ചേച്ചി വിളിക്കും, ഉറക്കച്ചിരിക്കും. അതോടെ നമുക്ക് കംപ്ലീറ്റ് വേറെ റിഫ്രഷ്ഡ് ആയ പോലെയാണ്. ഇങ്ങോട്ട് വിളിച്ച് വർത്തമാനം പറയുമ്പം എന്തൊക്കെ തരം സങ്കടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും അറിയുന്നതാണ്. പക്ഷെ അപ്പോഴും സീമ ചേച്ചി ഭയങ്കരമൊക്കെ മറന്ന് ചിരിക്കും, ഉറക്കച്ചിരിക്കും. സാധാരണ സ്ത്രീകൾ ചിരിക്കാത്ത വിധം ഭയങ്കര ലിബറേറ്റഡ് ആയിട്ട്. എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നതെന്നാണ്. സീമ എല്ലാവർക്കും ഒരു കടങ്കഥയാണ്. എന്നാ കാരണം എന്ന് വെച്ചാൽ കരയേണ്ട സമയത്ത് ചിരിക്കും, ചിരിക്കേണ്ട സമയത്ത് പൊട്ടിച്ചിരിക്കും, പൊട്ടിച്ചിരിക്കേണ്ട സമയത്ത് അട്ടഹസിക്കും. കുഴപ്പിക്കുന്നുണ്ടല്ലോ ദീദി. അതാണ് ദീദി പറഞ്ഞപ്പോൾ. സാധാരണഗതിയിലൊരു വിഷമം പിടിച്ചൊരു കാര്യം പറയുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് വിഷമിക്കുന്നതിന് പകരം അതിനെ തള്ളിക്കളയാൻ വേണ്ടി സീമ ചിരിക്കും. ഞാൻ ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയാലും ചിരിക്കും. എന്ത് പറഞ്ഞ് ചിരിക്കുന്നറിയോ? ഈ വല്ലാത്ത വൃത്തിയട്ട ലോകത്തുനിന്ന് പോയല്ലോ എന്ന് സന്തോഷിക്കും. ഞങ്ങളൊക്കെ എഴുന്ന അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബി ഹാപ്പി ടാറ്റാന്ന് പറയും. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല, ഒരു ചുക്കും മനസ്സിലായില്ല. എനിക്ക് പിടികിട്ടി. എന്ത് പിടികിട്ടാൻ ഒരു പിടിയില്ല. വരട്ടെ വരട്ടെ. സീമയെ സൗന്ദര്യമുള്ള, കഴിവുള്ള, അനുഗ്രഹങ്ങളുള്ള കോഴിക്കോട്ടുകാരിയായ എൻ്റെ കൊച്ചനിയത്തി എത്ര പടങ്ങൾ നമ്മൾ ഒന്നിച്ചു. ശശിയേട്ടന് തന്നെ എത്ര പടങ്ങൾ നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചിരിക്കുന്നു. അതിരാത്രി മുതൽ അങ്ങനെ എത്ര പടങ്ങൾ ബമ്പർ ഹിറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഏത് സെറ്റിൽ സീമയുള്ളടുത്ത് വന്നാലും ഞാനും ടി ജി രവിയൊക്കെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഈ കൊച്ചനിയത്തി, ഈ കോഴിക്കോട്ടുകാരി വെളുത്ത സുന്ദരി ഓടി വന്നിട്ട്, ഓർമ്മയുണ്ടോ എൻ്റെയൊക്കെ മുടിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് രാജുവേട്ടാന്ന് മങ്ങി തലയൊക്കെ ഇട്ട് കുലുക്കുമായിരുന്നു. മറ്റു നടികൾ ആരും കാണിക്കാത്ത ഇങ്ങനൊരു സഹോദരി ആത്മബന്ധം എൻ്റെ ഈ സഹോദരിക്ക് എങ്ങനെ കിട്ടി? എൻ്റെ ഈ ചോദ്യത്തിന് കറക്റ്റ് ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു മറുപടി പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും ഒരേ ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ മോള് തൊട്ട് എല്ലാവരും ഇതാ ചോദിക്കുന്നത് എനിക്ക്. ക്യാപ്റ്റൻ രാജു സിനിമയിലൊക്കെ വില്ലനാ. അതെ, ഒരുപാട് സിനിമയിൽ ക്യാപ്റ്റൻ രാജുവും ടി ജി രവി ഒരുപാട് വേണം ദ്രോഹിച്ചിട്ടുണ്ടാവും സിനിമയിൽ, അല്ലേ? ഒരുപാട് ബലാത്സംഗ സീനിൽ ഇവർ മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന. പക്ഷെ എങ്കിൽ പോലും സീമ പോയിട്ട് അവരുടെ മുടിയെ പിടിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക്. എന്തിയാക്കും? പക്ഷേ ഇപ്പോഴും ക്യാപ്റ്റൻ രാജുവിൻ്റെ മനസ്സിലൊരു കുളിർമ പോലെയുണ്ട്. പക്ഷെ സുന്ദരി 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 എന്ന് ഇടയ്ക്കിടയ്ക്ക് അതാണ് എന്താ മനസ്സിലാകത്തെ. രാജേട്ടാ എന്തിനാ അങ്ങനെ ചോദിച്ചേ? അങ്ങനെ പറഞ്ഞേ ചോദിച്ചു. അതിങ്ങനെ തികട്ടി വരുന്നുണ്ട്. അതെ, വെച്ചിട്ടുണ്ട്, ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും മകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, വാവയെക്കുറിച്ച് സംസാരിച്ചു. മറ്റൊരാളെയും കൂടി കൊണ്ടുവരണം. വരട്ടെ. ഹായ്. എല്ലാം നന്നായിട്ട് പോകുന്നു തോന്നുന്നു ഷോയിലൊക്കെ. ഇത് അമ്മയുടെ അടുത്ത് മുമ്പ് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ അമ്മയ്ക്ക് അമ്മ ഒരു ഡാൻസർ ആകുന്ന മുമ്പ് എന്താവണമെന്നായിരുന്നു ആഗ്രഹം? അമ്മയൊരു ഡാൻസർ ആകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് എന്താകണമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു? നേഴ്സാവണം. നേഴ്സ്. ആ ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികളെത്തിയേനെ. അതറിയില്ല, ഇപ്പം പറയാം. എന്താ കാരണം അറിയോ? ഇത്ര തൻ്റെ ഇടത്തോടെ ഈ ട്രാജഡികളെയും ഈ പറഞ്ഞ വിഷമസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി എത്രയോ ആൾക്കാർ വന്നിരുന്നു. തെറ്റായിപ്പോയി. അടുത്ത ജന്മത്തിലാവാം ഉണ്ടെങ്കിൽ. ഈ ജന്മം കൊണ്ട് ജീവിതം ആസ്വദിച്ച് തീർന്നില്ലേ? മതി മതി. അനുഭവിച്ചു തീർന്നില്ലേ? മതി മതി.
യു ആർ ഹാപ്പി വിത്ത് ദിസ് ലൈഫ്? ഒരാളെ കൂടെ പറഞ്ഞ. ഞങ്ങൾ പലപ്പോഴും ഞാൻ അവളോട് ആദ്യം മുതൽ തന്നെ സ്നേഹമായിട്ടിരിക്കുമ്പോഴും തല്ലുകൂടുമ്പോഴും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, വല്ലപ്പോഴും നിനക്കൊന്ന് അഭിനയിച്ചൂടെ ജീവിതത്തിൽ, ഫോർ യുവർ സേക്ക്, ഫോർ യുവർ ഫാമിലി സേക്ക്. ഈ ചമയങ്ങളില്ലാത്ത ആ ഒരു അഭിനയം ഒന്ന് അഭിനയിക്കൂ. ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. എന്താ വേണ്ടേ? വെരി ഗുഡ് ചോദ്യം. അതിനകത്ത് ആദ്യൊരു ചോദ്യമുണ്ട്. സ്നേഹത്തോടിരിക്കുമ്പോഴും തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോഴും നല്ല വഴക്കാളിയാണല്ലേ? ആൾക്കാരായിട്ട് പെട്ടെന്ന് ഉടക്കും. പക്ഷെ ആ ചൂട് പെട്ടെന്ന് പോവുമോ? പെട്ടെന്ന് വഴക്കിടും, പെട്ടെന്ന് ഇണങ്ങും. ആ സ്വഭാവത്തെക്കുറിച്ച് നമ്മുടെ മോഹൻദാസിൻ്റെ മിസ്സസ് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, കുറച്ചും കൂടി ജീവിതത്തെ പ്രായോഗിക തരത്തിൽ കണ്ടുകൂടെ എന്നതാണ് അവരുദ്ദേശിച്ചതിൻ്റെ അർത്ഥം. അതായത് ഈ പറഞ്ഞ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് നിന്ന് അവള് നല്ല മുണ്ട് നേരി കൊടുത്തിരിക്കുന്നു. അതാ നോക്കിയതല്ലേ? ഇതും ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോഴത്തെ സ്വഭാവത്തിൽ യാതൊരു മാറ്റം വരുത്താൻ സീമയ്ക്ക് പറ്റുമില്ല, സീമ ആഗ്രഹിക്കുന്നില്ല. ഇല്ല. എന്തിനാ മാറ്റുന്നത്? എന്തിനാ മാറ്റുന്നത്? ഈ സ്വഭാവം കൊണ്ട് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ഇല്ല. നഷ്ടപ്പെട്ടിട്ടില്ല. ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇല്ല. ശത്രുക്കളില്ല. ആവണെങ്കിൽ ആവാം, നിങ്ങൾക്കും ശത്രു ആവണെങ്കിൽ ആവാം. എനിക്കിതിന് ശത്രു വേണ്ട. പക്ഷെ ആഗ്രഹങ്ങളില്ല എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ വലിയൊരു ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റുഡിയോ, അത് സംവിധാനങ്ങൾ, അങ്ങനെ എന്തെല്ലാം പരിപാടികൾ സെറ്റപ്പ് ചെയ്തു സീമ. എനിക്ക് വേണ്ടിയിട്ടല്ല, ശശിയേട്ടന് വേണ്ടിയിട്ട്, ശശിയേട്ടൻ്റെ ആ ക്രിയേറ്റീവിന് വേണ്ടിയിട്ട്. അത് ശശിയേട്ടൻ്റെ ഒരു ആംബിഷനായിരുന്നു. അതിൻ്റെ പുറകിൽ നിന്ന് ഞാൻ കൂടെ നിന്നേ ഉള്ളൂ, അല്ലാതെ എൻ്റെ ആഗ്രഹമല്ല. സീമ, നമ്മളിപ്പം ചില കാര്യങ്ങളിൽ തൻ്റെ ഇടം ഉണ്ട് എന്ന് സമർത്ഥിക്കുമ്പോൾ പോലും പല പ്രതിസന്ധികളും സീമയ്ക്കും ശശിയേട്ടനും ഉണ്ടായിട്ടുണ്ട്. CIV ശശി. അതെ. ഒന്നാമത്തെ കാര്യം, മലയാള സിനിമയിൽ ഇത്രത്തോളം ഹിറ്റുകൾ സമ്മാനിച്ചിട്ട് മറ്റൊരു സംവിധായകൻ ഉണ്ടാകില്ല. അതെ. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വലിയ പതനങ്ങൾ, സിനിമകളില്ലാതാകുന്നു. അദ്ദേഹം വളർത്തിയ പല ആൾക്കാരും അദ്ദേഹത്തെ കണ്ടാൽ ഒരുപക്ഷെ പഴയ രീതിയിൽ പരിഗണിക്കാത്ത അവസ്ഥ വരുന്നു. പണ്ടൊക്കെ CIV ശശിയുടെ വീടിന് മുമ്പിൽ കാറുകളിലെ പ്രളയമായിരുന്നു. പിന്നീട് കാറ് പോയിട്ട് സൈക്കിളും ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. അദ്ദേഹം ഒരു സ്ട്രോക്കിൽ വീഴുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വ്യവസായ സംരംഭങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡിയോ സംവിധാനങ്ങളൊക്കെ പിന്നീട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ, ഒരുപക്ഷെ ജീവിതത്തിൽ സീമ പ്രതീക്ഷിക്കാത്ത വലിയ വലിയ എന്താ പറയുക പതനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ സീമയെ പിടിച്ചുലച്ചിട്ടുണ്ടാവും. സീമ എവിടെയൊക്കെ പോയി സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ കാണിക്കുന്ന തൻ്റെ ഇടം കൊണ്ട് മാത്രം അതിനെ അങ്ങോട്ട് അതിജീവിക്കാനല്ല ശ്രമിച്ചത്. അല്ല, ശശിയേട്ടൻ്റെ കൂടെ ഞാൻ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ഇത്രയും വലിയ ഒരു ഇതിൽ എന്ത് വേണമെങ്കിലും ഒരു സ്ത്രീക്കാവാം. പക്ഷേ ഞാൻ എൻ്റെ ശശിയേട്ടൻ്റെ കൂടെ ഒപ്പം നിന്നു. ഞാൻ അങ്ങേരെ തളർത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് കൂടെ അങ്ങ് നിന്നു ഞാൻ. അത് ഉള്ള സത്യമാണ്. അത് ഈ പറഞ്ഞ ഈ റാണിമ്മയ്ക്കൊക്കെ അറിയാം. ഈ റാണിമ്മേൻ്റെ മോനേട്ടനാണ് കാണപ്പെട്ട ഒരു ദൈവമായിട്ട് എനിക്ക് കണക്കാക്കാം. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. മോനേട്ടൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ. ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്നൊക്കെ സീമ വിചാരിച്ചിരുന്നു. ഡെഫിനറ്റായിട്ടും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ, തെറ്റുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തല കുനിയണം, അല്ലെങ്കിൽ തല കുനിക്കാൻ പാടില്ല. അതൊരു വാശിയായിരുന്നു എനിക്ക്. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന CIV ശശി ഒരു കിടക്കയിലേക്ക് വീണപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ. സാധാരണ ഏത് ഭാര്യമാരും തളർന്നു പോകും. ഇത്രയും നിറഞ്ഞു നിന്നിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കിടക്കയിൽ അഭയം പ്രാപിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ചും ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയുടെ എണീറ്റ് പടം ചെയ്യാൻ നോക്കല്ല, ചുമ്മാ ഇങ്ങനെ കിടന്ന് ഇതൊന്നും ആക്കരുത്, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കൂടെ കരഞ്ഞിട്ടൊന്നുമില്ല ഞാൻ. ഒരുപക്ഷെ സീമ പൊഴിക്കാത്ത കണ്ണുനീർ ശശിയേട്ടൻ്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടാകും. ആയിരിക്കും. ഒരു തൻ്റെടിയായ ഭാര്യയെ കിട്ടിയതിലുള്ള ഒരുപക്ഷെ സന്തോഷം അദ്ദേഹം ആ സമയത്ത് വേണേൽ പങ്കുവെക്കുന്നുണ്ടാവും. ആയിരിക്കാം, അറിയില്ല. പിന്നീട് പറഞ്ഞില്ല, സീമ നീ എന്നെ ഒരുപാട് സഹായിച്ചു. പറയില്ല. അത് ഞങ്ങൾ 34 കൊല്ലമായി കല്യാണം കഴിഞ്ഞ്.
ലവ് തുടങ്ങിയപ്പോൾ 37 വർഷമായി. അതിലൊരു ആകെപ്പാടെ ഒരു 10 ദിവസം ഞങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചിരിക്കും, ഇത്രയേ ഉള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ അപമര്യാദയായിട്ട് അങ്ങേര് സംസാരിക്കുകയല്ല. അങ്ങേരെ പോലെയാണ് ഇവനും എൻ്റെ മോനും, രണ്ടും സെയിം കണക്കാണ്. ഈ വീട്ടിൽ ഞാനാണ് ബഹളക്കാരി. അല്ല, ഈ സംസാരം നിർത്തിയിട്ട് വേണ്ട അവർക്ക് സംസാരിക്കാൻ. അല്ല, സംസാരിക്കാൻ സമയം കൊടുത്താൽ അത് സംസാരിക്കുന്നില്ല. അപ്പം ഞാനെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ചു, വീട് ഉറങ്ങണ്ടല്ലോ. ഇവരാകെ 10 ദിവസം സംസാരിച്ചുള്ളൂ. അത് അത്രേ ഉള്ളൂ. ഒരാളെ കൂടെ കൊണ്ടുവരാം. അതായത് നോക്കാം നമുക്ക്. ചേച്ചിക്കറിയാം, മലയാള സിനിമയിൽ നിന്നും മദ്രാസിൽ നിന്നും എല്ലാവരും, മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള TV സീരിയൽ സജീവമായിട്ടുള്ള എല്ലാവരും നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് ഒരു കുടിയേറി പാർക്കൽ നടന്നിട്ട് കുറേ വർഷങ്ങളായി. ഞാനും ചേച്ചിയും അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോഴും മദ്രാസിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ചേച്ചിക്ക് ശശിയേട്ടനും ഇപ്പോൾ മകനും സഹസംവിധായകനായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും ചേച്ചിക്ക് ഇതുവരെ ഒരിക്കലും ചേച്ചി സീരിയൽ തന്നെ തിരക്കുള്ള നടിയായിട്ടും കേരളത്തിൽ മലയാള സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടും ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ മദ്രാസിനോട് ഇത്ര സെൻറ്റിമെൻറ്റ്സ്? ചേച്ചിക്ക് നാട്ടിൽ പോകാൻ ചേച്ചി എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എനിക്ക് മദ്രാസാണ്, അതിൻ്റെ എന്തെങ്കിലും അതിലൊരു രഹസ്യമുണ്ടോ അതിൽ? അല്ല, ജനിച്ചു വളർന്നൊക്കെ ചെന്നൈയിലാണ്. ഞാൻ ചെന്നൈയാണ്. അച്ഛൻ അവിടെ. അച്ഛൻ്റെ വീട് തലശ്ശേരിയായിരുന്നില്ലേ? അച്ഛൻ തലശ്ശേരിയാണ്. പക്ഷെ അച്ഛന് ജോലി TVSലായിരുന്നു. അപ്പം അച്ഛന് തറവാട് കാണാനൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല? തറവാട് കണ്ടത് ഞാൻ കൊച്ചിലെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ 87 ഞാൻ അടിമകൾ ഉടമകൾ എന്ന് പറഞ്ഞ പടം അഭിനയിക്കാൻ കണ്ണൂരിൽ പോയപ്പം അച്ഛമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, മോളെ ഒന്ന് അച്ഛമ്മ കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവരെ കാണാൻ പോയി. അതല്ലാതെ പ്രത്യേകിച്ചൊരു വികാരപരമായൊരു അടുപ്പവും ഒന്നുമില്ല? കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല? ഇല്ല. മദ്രാസിയുടെ ജീവിതമാണ് അങ്ങനെയല്ല. അത് അവിടെ തന്നെ ജനിച്ചു വളർന്നും വീടൊക്കെ അവിടെ വെച്ചു. പിന്നെ നമുക്ക് അതെന്താ സെറ്റിലായി അവിടെ. ശശിയേട്ടൻ പോലും കോഴിക്കോട് പോയാൽ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് ഏത് ട്രെയിനുണ്ട് അപ്പം മുങ്ങും. ഇതാണ് ശശിയേട്ടനെ, അതാണ് സ്ഥിതി എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ എങ്ങനെയാണ്? സിനിമയുടെ വഴിത്താരയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അവളുടെ രാവുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് ദ്രുതഗതിയിൽ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ നടിയായിട്ട് സീമ മാറി. അതെ. അപ്പോൾ ബോധവതിയായില്ലേ? ഞാൻ വളരെ എന്താ പറയണ്ടേ, മലയാള സിനിമയിലെ ഒരു താരറാണിയായിട്ട് മാറിയിരുന്നു. ഇല്ല, എൻ്റെ തലയിൽ ഞാൻ അത് ചുമന്നാൽ ചിലപ്പം നിങ്ങൾ പറയുന്ന ആ ചിന്ത വന്നേനെ. എനിക്കത് വരാത്തതുകൊണ്ട് വളരെ കാഷ്വലായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അത് വന്നിട്ടില്ല, ഈവൻ സ്റ്റിൽ ഇപ്പോഴും. പക്ഷെ ആദ്യം ഈ അവരുടെ രാവുകൾക്ക് ശേഷം പിന്നീട് കുറേ സിനിമകൾ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാവുന്ന അല്പം എന്താ പറയണ്ടേ, കുറച്ച് സെക്സിൻ്റെ ഭാവതലങ്ങളുള്ള സിനിമകളാണ് സീമയ്ക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് സിനിമകളിൽ അങ്ങനെ കുറച്ചുകൂടെ ആ വേഷങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു ടൈപ്പ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിന്നിട്ടുണ്ടാകും. കുറച്ച് സിനിമകൾ അങ്ങനെ വന്നു, 3-4 സിനിമ. പക്ഷെ പിന്നീട് അതിൽ വലിയൊരു ബ്രേക്ക് ഉണ്ടായി. ഒരു ക്യാരക്ടർ ആക്ട്രസ് ആയിട്ട്. അതെ, അത് ഉണ്ടാക്കിയെടുത്തത് മധുസാറാണ്. അത് അർച്ചന ടീച്ചർ. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞത് എനിക്ക്. അപ്പം അർച്ചന ടീച്ചറിൽ സീമയ്ക്ക് ചെയ്യണം എന്നും പറഞ്ഞിട്ട് മധുസാറിൻ്റെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം ഇന്നാൾ ഒരു കൊല്ലത്തിന് മുമ്പ് പി ചന്ദ്രകുമാർ പറഞ്ഞു, സീമ നമ്മൾ എത്ര പടം അഭിനയിച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അറിയുമെന്ന്. അവനെ 29 പടം ചെയ്തിരിക്കുന്നത് ചന്ദ്രകുമാറിൻ്റെ കൂടെ. ഇതെല്ലാം ഈ പറഞ്ഞ ടോണിലുള്ള ചന്ദ്രേട്ടൻ്റെ കൂടെ. അതിൽ മിക്കവാറും മധുസാറിൻ്റെ പടങ്ങളായിരുന്നു. മഹായാനം സീമയുടെ മലയാള സിനിമയിലെ ജൈത്രയാത്ര ഇവിടെ അവസാനം. അതെ. അത് കഴിഞ്ഞ് പിന്നീട് ഒരു 10 ആണ്ട് കാലം സീമയെ ആരും കണ്ടില്ല. ഇല്ല. ഞാൻ ചോദിച്ചു ലോഹിതദാസിൻ്റെ അടുത്ത്, അങ്ങേരാണ് റൈറ്റർ, ഈ മഹായാനം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? തീർത്ഥയാത്ര എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചാൽ ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ കാണാതെയാകെ പോകും. അടപ്പാ എന്തിന് ഞാനാണോ കിട്ടിയെന്ന് ചോദിച്ചു. എന്നെ കാണാതെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം എടുക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സിനിമയിലേക്ക് മടങ്ങണമെന്ന് തോന്നി എങ്ങനെയാണ്? ഞാൻ മടങ്ങണമെന്നേ വിചാരിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ 99 ഭദ്രൻ സാർ വിളിച്ചു. സീമ ഞാൻ മാതാവിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ്,
ഒരു കഥാപാത്രമുണ്ട്, സീമ ചെയ്താൽ നന്നായിരിക്കും, സീമ തന്നെ ചെയ്യണം. അപ്പം എന്തോ ഒരു മൂഡിൽ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അത്രയും നാൾ കെ ബാലചന്ദ്രൻ സാർ വിളിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു ഞാൻ വരില്ല സാർ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഭദ്രൻ സാർ വിളിച്ചപ്പോൾ എനിക്കറിയാം സീമ സമ്മതിക്കില്ല എന്ന് അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വരുന്നത്. മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, ഒരു പ്രൊഫസറാണ്, സിനിമ ചെയ്യണം, സിനിമ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയാണ് ഒളിമ്പ്യൻ ആൻ്റണി ചെയ്തത്. ഞാൻ ഈ സ്വഭാവത്തിന് പറ്റുന്ന ഒരു വേഷമായിരുന്നു എന്ന്. ആണോ? ആണ്. താങ്ക് യു. വരട്ടെ. നമസ്കാരം സീമ ചേച്ചി. ചേച്ചി അന്നും ഇന്നും സിനിമയിലുണ്ട്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷം ഇപ്പം പുതിയ തലമുറയോടൊപ്പം ചേച്ചി അഭിനയിക്കുന്നുണ്ട്. അന്ന് നമ്മൾ അഭിനയിച്ചിരുന്ന ആ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും എന്തെങ്കിലും വ്യത്യാസം ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഇല്ല. ബിക്കോസ് ഞാൻ സെയിം സീമയാണ്. അപ്പം വരുന്നവർ വേണം മാറാൻ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വല്ല വരുന്നവരൊക്കെ കുട്ടികളാണ്, ചെറിയ പിള്ളേരാണ്. അവരുടെ അടുത്തൊക്കെ പോയി അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കാൻ ഒക്കില്ല. ബിക്കോസ് ഏതൊരു നടിയോ നടനോ കണ്ടാൽ എനിക്ക് എൻ്റെ മോനെയോ മോളെയോ ഓർക്കുള്ളൂ ഞാൻ. അപ്പം കുട്ടികളല്ലേ, ഇവരുടെ അടുത്തൊക്കെ പോയി നമ്മളൊന്ന് ഇതാക്കുക. അപ്പം അവരുടെ ഇതിൽ തന്നെ നമ്മളൊന്ന് ഫ്രീ ആവുകയാണെങ്കിൽ ദേ ആർ ഹാപ്പി. മലയാള സിനിമയിലെ രണ്ടാം വരവെന്ന് പറഞ്ഞ പോലെ മലയാള ടെലിവിഷനിലേക്കുള്ളൊരു വരവ് വന്നു. ഇവിടെയാണ് മിനിസ്ക്രീനിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? ചില്ലിൽ. അതെ, അതായത് സിനിമയിൽ നിന്ന് മിനിസ്ക്രീനിലേക്ക് പോകുന്നു, മിനിസ്ക്രീനിൽ സജീവമാകുന്നു, മലയാളത്തിൽ സജീവമായി, തമിഴിൽ സജീവമായി. ഒരുപക്ഷെ സീമ എന്നുള്ള കലാകാരിക്ക് സിനിമയിൽ നിന്ന് മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇല്ല. ഒരു കണക്കൂട്ടലുകളും ജീവിതത്തിലില്ലേ? ഇല്ല. ഇല്ല. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും. മകളെക്കുറിച്ചും മകനെക്കുറിച്ചും കണക്കൂട്ടാറില്ലേ? ഇല്ല. അവരുടെ തലയിലെഴുത്തൊക്കെ നന്നായിരിക്കും. അച്ഛനും അമ്മയും എന്ത് ഇതാക്കുന്നോ അതേ ഉള്ളൂ മക്കൾക്ക്. താൻ ചെയ്യുന്നത് മക്കൾക്കേ കൊള്ളുള്ളൂ. അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നോ അത് കൊള്ളുന്നത് മക്കൾക്കാണ്. പ്രത്യേകിച്ച് അംബീഷൻസ് ഒന്നുമില്ലേ? ഇല്ല. സാധാരണ ഈ പറഞ്ഞ കലാരംഗത്ത് ഇപ്പോൾ ഒരു ആംബിഷൻ ഉണ്ട്. ഓസ്ട്രേലിയ പോയി എൻ്റെ മോനെ കാണണം, കുഞ്ഞിനെ, അത്രേ ഉള്ളൂ. അവനോട് കുറച്ചു കാലം ജീവിക്കണം, അവനോട് നിൽക്കണം. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതിനുള്ള സമയമില്ല. നോക്കാന്നാൽ ഓസ്ട്രേലിയയിൽ എനിക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് അമ്മയുടെ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. അമ്മയ്ക്ക് മലയാളം സിനിമയിലെ ഏതെങ്കിലും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടോ? അയ്യടേ, കണ്ടോ? so sweet. അത്ര കൃത്യസമയത്ത് ഞാൻ കൊണ്ടുപോയില്ല ഓസ്ട്രേലിയയിൽ. മരുമൻ ചോദിച്ചിട്ടല്ലോ. അതെ. ആ, ഒരു അംബീഷൻ ഇല്ലാത്ത അമ്മായി അമ്മയാണ്. ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. കുറെ കാലം ഈ കുഞ്ഞിനായിട്ട് താലോലിക്കിടന്നുള്ളൊരു ആഗ്രഹമൊന്നുമില്ലേ? അത് അഭിനയമല്ലല്ലോ. അവൻ ചോദിച്ചത് അഭിനയത്തിന്റെ അല്ലേ? ജീവിതത്തിൽ ഒരു അംബീഷൻ ഇല്ല അതിനോട് പറഞ്ഞു. അത് അവൻ ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചിരുന്നല്ലോ. അത് എൻ്റെ കുഞ്ഞിനെ ലാളിക്കണം. സിനിമയിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇല്ലമ്മ, ചുമ്മാ കള്ളൊന്നും പറയേണ്ട ആവശ്യം ഇല്ല. നല്ലൊരു കഥാപാത്രത്തെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം വരാറില്ലേ? പ്രത്യേകിച്ച് ഒരുപക്ഷെ എൻ്റെ പ്രായത്തിനും എൻ്റെ രൂപത്തിനും പറ്റിയ രീതിയിലുള്ള ഒരു കഥാപാത്രം, ഇന്നൊരു കഥാപാത്രം വരുവാണെങ്കിൽ എനിക്കൊരു ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അങ്ങനെയൊക്കെ സാർ വന്നാൽ ചെയ്യാം. പക്ഷെ അത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ആലോചിക്കാനുള്ള സമയമൊന്നും ഇപ്പം ഇല്ല എനിക്ക്. ബിക്കോസ് വന്നാൽ നോ പറയൂലേ, ഞാൻ ചെയ്യും. പക്ഷെ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നുള്ള ആലോചിക്കാനൊന്നും സമയം എനിക്കില്ല ഇപ്പോൾ. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഉണ്ട്, ഒരുപാട്, കോടിക്കണക്കിന്. അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കാറൊന്നുമില്ല. ഇല്ല. ഇല്ല. സിനിമയിൽ നിന്ന് സമ്പാദിച്ച പണം മുഴുവൻ ഏറെക്കുറെ ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി. അതിൽ ശശിയേട്ടൻ്റെ മനസ്താപമുണ്ടോ? ഉണ്ടാവുമായിരിക്കും. പറയാനുണ്ടോ? വിശ്വസിച്ച് പറയില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഫീൽ ചെയ്യില്ല പുള്ളി. എന്നറിയാം, ഞാനെല്ലാം അങ്ങനെ ഈ പോസിറ്റീവായിട്ടും ഈ ബോൾഡായിട്ട് എടുക്കുന്നതുകൊണ്ട് എന്തിനാ അങ്ങനെ വിഷമിക്കുന്നതെന്നേ ചോദിക്കുള്ളൂ ഞാൻ. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രത്തോളം അനുഭവമുള്ള ഒരു സിനിമ ഇത്രയും ഹിറ്റുകൾ സമ്മാനിച്ച, ഒരുപക്ഷെ അതും വൈവിധ്യമാർന്ന തീമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തീമുകൾ, ആ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത തീമുകളുടെ അടുത്ത് അമ്മാനമായിട്ടുള്ള വ്യക്തിയാണ്. എങ്കിൽ പോലും സീമ ഇത്രയും ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സംവിധായകൻ ഇത്രയും പണം സമ്പാദിച്ച ശേഷം അത് മുഴുവൻ കളഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ സങ്കടം വരില്ലേ?
അങ്ങനെയല്ല, കളഞ്ഞിട്ടും ഞങ്ങൾ തെരുവിലല്ലല്ലോ നിൽക്കുന്നേ. നന്നായിട്ടല്ലേ ദൈവം വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനും കൂടി കുഴപ്പം ഉണ്ടാക്കാൻ എന്തിനാണ് ദൈവത്തിനായി നമ്മൾ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളത് തന്നെ ഭാഗ്യമാണ്. ഡെഫിനറ്റായിട്ട് ഉള്ളത് വെച്ച് അങ്ങ് ജീവിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാം പോസിറ്റീവാണ്. എന്തുകൊണ്ട് ശ്രീ ഐ വി ശശിക്ക് തിരിച്ചു വന്ന് മലയാള സിനിമയിൽ ആ പഴയ വരും വന്നിരിക്കും. ഇന്ന് ഞാൻ പറയാണ്, വരും, വന്നിരിക്കും. എൻ്റെ വാക്കാണ്, എഴുതി വെച്ചോളൂ. എഴുതി വെക്കുന്നേക്കാൾ കൂടുതൽ റെക്കോർഡ് ചെയ്ത് നമ്മളിത് സംപ്രേഷണം ചെയ്യാം. വെച്ചോളൂ, ഡെഫിനറ്റായിട്ട് വെച്ചോളൂ. ഇത് എന്തെങ്കിലും യൂസ് ആവും നിങ്ങൾക്ക്. ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഒരുപക്ഷെ സീമ എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ പ്രചോദനാത്മകമായി ചിന്തിക്കുന്ന ഈ ഒരു കലാകാരി ദൃഢനിശ്ചയത്തോടെ പറയുന്നൊരു വാക്കാണ്, തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ കേരളത്തിന് ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച ശ്രീ ഐ വി ശശി വീണ്ടും കരുത്തോടെ തിരിച്ചെത്തും. അതിനെല്ലാവിധ ആശംസകളും സീമയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളുമായിട്ട്